റിപ്പോർട്ടുകൾ പ്രകാരം സ്ട്രീറ്റ് ഓഫ് ഹോർമൂസിൽ വെച്ച് ഇറാൻ ആക്രമിച്ചിട്ടുള്ളത് 23ഓളം വെസൽസിനെയാണ്. ഇന്നലെ മാത്രം 3 വെസൽസിനെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. അതിൽ 2 ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള വെസൽസ് ആണ്. ഇതിൽ എന്ത് സംഭവിച്ചു, ഏതാണ് ആ വെസൽ എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ സ്ട്രീറ്റ് ഓഫ് ഹോർമൂസിൽ നിന്നും മറ്റൊരു ന്യൂസ് ആണ്, ഇന്ത്യൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു വെസലിനെ അവർ തിരിച്ചയക്കുന്ന കമ്മ്യൂണിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട്. അത് ഞാൻ പ്ലേ ചെയ്തു തരാം. അതുപോലെ ഇത്രയൊക്കെ ആയിട്ടും ഇപ്പോഴും അഹങ്കാരം തീരാത്ത ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടി കാണാം. ആദ്യം തന്നെ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ, അതായത് ഇന്ത്യൻ വെസലായിട്ടുള്ള ഭാഗ്യലക്ഷ്മിക്ക് ഇറാൻ കൊടുത്തിട്ടുള്ള ഓർഡർ, തിരിച്ചു പോകാൻ കൊടുത്തിട്ടുള്ള ഓർഡർ നമുക്കൊന്ന് കേട്ടു നോക്കാം. Good evening, sir. This is Iranian Stefanevi. Afternoon. On the strait is locked and pass from that is forbidden. And there is no any permission for you to use from on the strait. You are ordered to go back to your departure immediately. You are ordered to go back to your departure immediately. You get my message? Okay, copied your message. I will turn back and there is no permission to transit Hormuz. That's correct, sir? Yes, sir. ഇത് ഇന്നലെ ശനിയാഴ്ച നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. ഇതിൽ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. IRGC പറഞ്ഞു ഈ ഒരു സ്ട്രീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടാണുള്ളത്, അതുകൊണ്ട് ഇതിലോട്ട് പോകുന്നത് നിരോധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പെർമിഷൻ ഇല്ല പോകാൻ വേണ്ടി, നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ അടുത്തുള്ള പോർട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഇന്ത്യൻ വെസലിൽ നിന്നും റിപ്ലൈ കൊടുത്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്, നമ്മൾ മുടങ്ങുകയാണെന്ന് പറഞ്ഞു. കഴിഞ്ഞു. ഇതിൽ നിന്നും വ്യക്തമാണ്, ക്ലിയർ ആണ്, നമ്മുടെ ട്രംപ് എണ്ണം പറയുന്നുണ്ട് അവരാണ് സ്ട്രീറ്റ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരും സ്ട്രീറ്റ് കൺട്രോൾ ചെയ്യുന്നില്ല എന്ന്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് ആരാണ് സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് കൺട്രോൾ ചെയ്യുന്നത് എന്നൊരു കാര്യം വ്യക്തമാണ് ഇതിൽ നിന്നും. ഇനി ഇന്നലെ മാത്രം ഇറാൻ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്, അതായത് അവര് ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞു, അതായത് ക്ലോസ് ചെയ്തു, സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം അറ്റാക്ക് ചെയ്തിട്ടുള്ളത് 3 വെസൽസിനെയാണ്. അത് 2 ഇന്ത്യയുടേതാണ്, 1 UK ബേസ്ഡ് ആയിട്ടുള്ള വെസലാണ്. നമുക്ക് ആദ്യം ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്യപ്പെട്ടുള്ള, അതായത് ഇന്ത്യയുടെ വെസൽസ്, ഇന്ത്യൻ ഫ്ലാഗ് ചെയ്തിട്ടുള്ള വെസൽസ് 2 ഒന്നാമത്തേത് ജഗ് അർണവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെസലും, അതുപോലെ സന്മർ ഹെറാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെസലുമാണ്. ഈ 2 വെസൽസിനെയാണ് ഇന്നലെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. റിപ്പോർട്ടുകൾ പ്രകാരം ഒഫീഷ്യൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നോ ഇഞ്ചുറീസ് ഹാവ് ബീൻ റിപ്പോർട്ടഡ് എന്നാണ് പറഞ്ഞത്. അതായത് ക്രൂസിനൊന്നും ഒരു പ്രശ്നമില്ല, എല്ലാവരും സേഫ് ആണ്, ഒരു ഇഞ്ചുറീസ് നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ വെസൽസ് വർ നോട്ട് ഡാമേജ്ഡ്, ഒരു ഡാമേജും വെസൽസിനും പറ്റിയിട്ടില്ല. അതായത് ഈ 2 ഷിപ്പിന് നേരെ IRGCയുടെ ഗൺ ബോട്ട്, അതായത് ബോട്ടിൽ ഗണ്ണ് വെച്ചിട്ടുള്ള IRGCയുടെ ബോട്ട് വന്നിട്ട് ഫയർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു കാര്യം സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് ക്ലോസ് ചെയ്തു, അതായത് മിനിയാന്ന് തുറന്നതായിരുന്നു ഇറാൻ. കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു US ബ്ലോക്കേഡ് അവിടുന്ന് മാറ്റണമെന്ന്. എന്നാൽ US അത് കേട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇറാൻ എന്ത് ചെയ്തു, ഈ ഹോർമൂസ് ക്ലോസ് ചെയ്തു. അവരിപ്പോൾ, അതായത് അവരുടെ ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് തുറക്കാൻ തയ്യാറാണ്, പക്ഷേ US ബ്ലോക്കേഡ് അവിടുന്ന് മാറ്റണം. അത് മാറ്റിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് തുറക്കുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ UK ബേസ് ചെയ്തിട്ടുള്ള ഒരു വെസലിനെയും കൂടി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഈ അറ്റാക്കിൽ നിന്നൊക്കെ വ്യക്തമാണ് ഇറാൻ പറഞ്ഞിട്ടുള്ള ക്ലോസിംഗ് എന്ന് പറയുന്നത്, അതായത് സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് ക്ലോസ് ചെയ്തു എന്ന് പറയുന്നത് തമാശക്ക് പറഞ്ഞതല്ല. ഇറ്റ്സ് വെരി സീരിയസ്. According to the UK Maritime Trade Organization, a tanker 20 nautical miles northeast of Oman was approached by 2 IRGC gunboats. They were those gunboats fired upon the tanker. The tanker and crew are reported to be safe, but this is just yet another escalation. If we remember a couple days ago, Donald Trump said that if any of these gunboats were to stop the flow of vessels in the Strait of Hormuz, they would be bombed to hell. So I think, this is a very dangerous escalation. കേട്ടില്ലേ, യുകെന്റെ വെസലിന് അല്ലെങ്കിൽ ടാങ്കറിന് സംഭവിച്ചതാണ്. അതായത് ടാങ്കറിന് നേരെ 2 IRGCയുടെ ഗൺബോട്ട്സ് വന്നു, ഫയർ ചെയ്തു. പക്ഷേ ഭാഗ്യവശാൽ അതിലെ ആളുകൾക്കൊന്നും ഇഞ്ചുറീസ് ഇല്ല, അതുപോലെ വെസലിനും പ്രശ്നമൊന്നുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ ഈ വ്യക്തി ഇവിടെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഏതെങ്കിലും, അതായത് ഒരു വെസലിന് നേരെ ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോംബ് ടു ഹെൽ എന്നാണ് പറഞ്ഞത്. അതായത് ഇറാൻ അടിച്ച് പൊളിച്ച് ബോംബിട്ട് നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടി വരും. കാരണം USS ജെറാർഡ് ഫോർഡ്, US അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഒക്കെ ഇപ്പോൾ അങ്ങോട്ടേക്ക്
മൂവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള റിപ്പോർട്ടുകൾ US നിന്നും വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ, അതായത് ഏകദേശം USSന്റെ 3 എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഇപ്പോൾ ഏതാണ്ട് മിഡിൽ ഈസ്റ്റിലായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം, വേണ്ടവർക്ക് അവിടുന്ന് കാണാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ അത് പറയുന്നില്ല അതിനെ കുറിച്ചിട്ട്. ഇനി നമ്മുടെ ട്രംപ് അണ്ണൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതൊന്ന് കാണാം. We have very good conversations going on. It's working out very well. They got a little cute, as they have been doing for 47 years. And nobody ever took them on. We took them on. They have no Navy. They have no Air Force. They have no leaders. They have no nothing. Actually, their leaders are, it is regime change. You call that enforced regime change. But we're talking to them. They wanted to close up the strait again, you know, as they've been doing for years. And they can't blackmail us. They can't blackmail us എന്നാണ് പറഞ്ഞത്. ബ്ലാക്ക്മെയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിന്റെ പേരും പറഞ്ഞിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അവർക്ക് ഇയാളുടെ അഹങ്കാരം ഇപ്പോഴും തീർന്നിട്ടില്ല. ഇയാൾ ഏതോ സ്വപ്ന ലോകത്താൻ പറ്റിയാണ്. കാരണം ഇയാൾ പറയുന്നത് വെച്ചാൽ ഇറാന് നാവി ഇല്ല, നോ എയർഫോഴ്സ് ഇല്ല, ഒന്നുമില്ല, ലീഡേഴ്സും ഇല്ല, ഒന്നുമില്ല. പിന്നെ ആരാടോ ഇതൊക്കെ ചെയ്യുന്നത്? ഈ സ്ട്രീറ്റ് ക്ലോസ് ചെയ്യും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. സ്ട്രീറ്റ് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞതല്ല, ക്ലോസ് ചെയ്തു. 3 എണ്ണത്തിന് ഇന്നലെ തന്നെ ഹിറ്റ് കിട്ടി, 3 വെസൽസിനെ. അതുപോലെ പല വെസൽസിനെയും തിരിച്ചയച്ചു എന്നാണ് പറഞ്ഞത്, ഭീഷണിപ്പെടുത്തിയിട്ട്. ഓക്കെ, കടക്കാൻ ശ്രമിച്ചാൽ അടിക്കുമെന്ന്, അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് IRGC ഭീഷണിപ്പെടുത്തിയിട്ടാണ് തിരിച്ചു കുറെ വെസൽസിനെ അയച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി 3 വെസൽസിനെ ഇന്നലെ അവർ അറ്റാക്ക് ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 2 എണ്ണം ഇന്ത്യയുടെയും 1 UKയുടെയും. ഓക്കെ, എന്നിട്ടാണ് ഇയാൾ വീണ്ടും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാളെ ത്രട്ടൺ ചെയ്യാൻ പറ്റില്ല, ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഈ ബ്ലാക്ക്മെയിൽ പേടിച്ചിട്ടാണോ നിങ്ങളൊക്കെ ഈ ഒരു യുദ്ധം അന്ന് അവസാനിപ്പിച്ചതും അതുപോലെ ഇപ്പോൾ കെഞ്ചുന്നതും? ഒരു സീസ്ഫയർ ഓൾറെഡി ഉണ്ട്. മറ്റേ പീസ് ടോക്ക് എങ്ങനെയെങ്കിലും ഒരു അഗ്രിമെന്റിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പേടിച്ചിട്ടാണ്. അവർക്ക് എയർഫോഴ്സ് ഇല്ല പോലും, അവർക്ക് നാവി ഇല്ല പോലും, അവർക്ക് ലീഡർ ഇല്ല പോലും. പിന്നെ ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? അയാൾ അഹങ്കാരത്തിന് ഒരു കുറവും ഇപ്പോഴും ഇല്ല. ഞാൻ പറയുന്ന പോലെ ഇയാൾ ഏതോ സ്വപ്ന ലോകത്താണ്. അവിടെ നിന്നിട്ട് ഇയാൾ എന്തൊക്കെയോ സങ്കല്പിച്ച് കൂട്ടുകയാണ്. അതായത് ഇയാളാണ് എല്ലാം, US ആണ് എല്ലാം, ഞങ്ങൾ വിചാരിക്കുന്നതിന്റെ അപ്പുറം ആരും ചിന്തിക്കരുത്, ആരും പ്രവർത്തിക്കരുത് എന്നൊക്കെയാണ് ഇയാളുടെ തോട്ട്. ആ ഒരു സ്വപ്ന ലോകത്താണ് ഇയാൾ ഇപ്പോഴും ഉള്ളത്.